ഹായ്, ഞാൻ ഫോക്സ്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് അത്ര സപ്പോർട്ട് ചെയ്ത ഈ വീഡിയോയ്ക്ക് അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെറ്റ്സ് ബിഗിൻ. സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് നമ്പർ 7. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരു അടിപൊളി മോബ് ഫാം ഉണ്ടാക്കി, പിന്നെ നമ്മൾ നെതറിലേക്ക് എൻ്റർ ചെയ്തു, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു ബ്രീഡർ ഉണ്ടാക്കുന്നതാണ് നോക്കുന്നത്. അതാണ് നമ്മുടെ മെയിൻ ഗോൾ. സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് ഓഫ് ക്യാമറയിൽ പ്രത്യേകിച്ച് ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ അതാണ്ട് ഇവൻ്റെ ഇത് ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഓറഞ്ച് കളറാക്കിയിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ഓഫ് ക്യാമറയിൽ വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ബ്രീഡറിൻ്റെ റിസോഴ്സ് കളക്ട് ചെയ്തുള്ളത് ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട്. നമുക്ക് ആ ബ്രീഡർ ഉണ്ടാക്കുന്ന ഏരിയയിലേക്ക് തന്നെ നമുക്ക് പോകാം. നമുക്ക് അങ്ങോട്ടെത്തണം. ഇവിടുന്ന് ആ ഡെസേർട്ടിൻ്റെ അവിടെ ആയിട്ടാണ് നമ്മൾ ബ്രീഡർ ഉണ്ടാക്കാൻ നോക്കുന്നത്. നേരെ അങ്ങോട്ട് തന്നെ വെച്ച് പിടിക്കാം. നേരെ പോവാം അങ്ങോട്ട്. ഒരു ചെറിയ ബ്രീഡറാണ്. നേരെ നമ്മൾ എന്തായാലും ഇപ്പോൾ അവിടേക്ക് എത്താനായിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. ഇവിടെ എത്താനായിട്ടുണ്ട്. ഇവിടെ എത്തി. ക്യാമൽ. ബ്രോ, വാട്സപ്പ് ബ്രോ. ഹലോ. റേഞ്ച് പോയിരിക്കുകയാണ് ബ്രോൻ്റെ റേഞ്ച് പോയിട്ടുണ്ട്. നമുക്ക് ബ്രോനെ വിട്ടു വെക്കാം. ഇവിടെ ആയിട്ടാണ് നമ്മൾ ബ്രീഡർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക് അല്ല, സാധാരണ ബ്രീഡർ ഉണ്ടാക്കുമ്പോൾ അവർ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ബട്ട് ഇത് നമ്മൾ തന്നെ കൊടുക്കണം. ചെറുതാണ്. നമുക്കെന്തായാലും ഉണ്ടാക്കി തുടങ്ങാം. ചെറിയ ബ്രീഡർ ആക്കുന്നതിന് കാരണം നമ്മുടെ ഈ വെളിയിൽ ഒരു വലിയ ബിൽഡ് ഒറ്റയ്ക്കായിട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുന്നതായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ചെറിയ ബ്രീഡർ ആക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും നമുക്ക് ഇതുണ്ടാക്കി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇത്ര ബ്ലോക്കിലാണ്. നമുക്ക് ഈ ബ്ലോക്ക് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് പണികൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഇവിടുന്ന് 3 ബ്ലോക്ക് മൈൻ ചെയ്ത് മാറ്റണം. താഴോട്ട് 2 ബ്ലോക്ക് മതി ഫുള്ള് മൈൻ ചെയ്യട്ടെ. അത് മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടിവിടെയായിട്ട് ഒരു സ്ലാബ് വെക്കുക. 2 എണ്ണം 3 എണ്ണം അങ്ങനെ മുകളിലേക്ക് വെക്കണം. എന്നിട്ട് മറ്റേ ബ്ലോക്ക് പൊട്ടിച്ച് കളയുക. ഇത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് ഇവിടെ ഈ ഒരു പോയിന്റിലാണ് വില്ലേജർ നിൽക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് 5 ബെഡ് വെച്ച് കൊടുക്കണം. അത് വെച്ച് കൊടുത്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ബെഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അടിയിൽ ടെമ്പററി ബ്ലോക്ക് ഫുള്ള് പൊട്ടിച്ച് മാറ്റണം. അതങ്ങോട്ട് പൊട്ടിച്ച് മാറ്റാം. ഫുള്ള് കോബ്ലി സ്റ്റോണ് പൊട്ടിച്ച് മാറ്റണം. നിങ്ങളുടെ കയ്യിൽ ടെമ്പററി ബ്ലോക്ക് ആണെങ്കിലും പൊട്ടിച്ച് മാറ്റിയിട്ട് നിങ്ങൾ താഴെയും ബെഡ് വെക്കണം. ഞാൻ ബെഡ് എടുക്കട്ടെ. 5 ബെഡ്. ഒരെണ്ണം കൂടി. അതും എടുത്തിട്ടുണ്ട്. ഇനി അത് താഴെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഇവിടെ. അതും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോഴത്തെ സൈഡും ചെയ്യണം. അത് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അതും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് വാട്ടർ പ്ലേസ് ചെയ്യണം. വാട്ടർ ഒഴുകി ഇതിൽ കൂടെ വരും. ഇവിടെ പൊട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒഴുകി എവിടെയാണോ സ്റ്റോപ്പ് ആവുന്നത് അവിടെ വരെ പൊട്ടിച്ചു കൊടുക്കണം. ഇവിടെ. ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടാക്കണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വലുപ്പത്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അതും കൂടി ഞാൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അതും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി മേളിലേക്ക് കയറട്ടെ. മേളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ഗ്ലാസ് എടുക്കണം. ഗ്ലാസ് എടുത്തിട്ട് കറക്റ്റാണോ എന്ന് ഞാൻ നോക്കട്ടെ, ഒന്ന് ചെക്ക് ചെയ്യട്ടെ. കറക്റ്റാണ്. ഇത് ഇവിടെ ആയിട്ടൊരു ബ്ലോക്ക് വെച്ചിട്ട് നമ്മുടെ ഗ്ലാസ് ഇവിടുന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കണം. താഴത്തെ ആ ഒരു ടെമ്പററി ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റണം.
സോ ഓക്കെ, ഇപ്പോൾ ഇത്ര റെഡി ആയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് 2 ബ്ലോക്ക് ഇങ്ങനെ ഹൈറ്റിൽ വെച്ച് കൊടുക്കണം. ഈ ടെമ്പററി ബ്ലോക്കിൻ്റെ സൈഡിലായിട്ട് ദാണ്ട് ഇങ്ങനെ ഗ്ലാസ് വെച്ച് കൊടുക്കണം. ദാണ്ട് ഇവിടെ ദാണ്ട് ഇവിടെയായിട്ട്. സോ ഇനി ദാണ്ട് പോയി, പിന്നെയും പോയി. ഓക്കെ, മുകളിലേക്ക് കയറാം. സോ ചാടട്ടെ, പിന്നെയും പോയി, ഒന്നുകൂടിയും കയറട്ടെ. ഓക്കെ, ചാടട്ടെ. ഓക്കെ, എത്തി. ഇനി ടെമ്പററി ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിച്ച് മാറ്റാം. സോ ഇതിൻ്റെ ഉള്ളിലാണ് ഇനി വില്ലേജറിനെ ഇടുന്നത്. സോ ഞാൻ വില്ലേജറിന് ഇട്ടട്ടെ. സോ ഇവിടെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിൽ ചെയ്യാം. ഫുള്ള് ഗ്ലാസ് വെക്കാം. സോ ഞാൻ ഇവിടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വില്ലേജസിനെ ഇവിടേക്ക് കൊണ്ടുവരണം. സോ ഞാൻ കൊണ്ടുവരുന്നത് ബോട്ട് വെച്ചിട്ടും ലീഷ് വെച്ചിട്ടാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. സോ എന്തായാലും ഞാൻ വില്ലേജസിനെ കൊണ്ടുവരുന്നത് ഞാൻ കാണിക്കുന്നില്ല. സോ കൊണ്ടുവരട്ടെ. ഓക്കെ ഗൈസ്, വി ആർ കിഡ്നാപ്പിംഗ് വില്ലേജസ്. ഓക്കെ, സോ ഇവനെങ്ങനെ തട്ടിക്കൊണ്ട് പോകണം. ഓക്കെ, കയറടാ. ഓക്കെ, ഇവനെ തട്ടിക്കൊണ്ട് പോവാണ് ഗൈസ്. സോ ഇവനെ നമുക്കിനി കൊണ്ടുപോകണം. ഓക്കെ, സോ നമുക്ക് ലീഷ് യൂസ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ലീഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവനെ വലിച്ചുകൊണ്ട് കൊണ്ടുപോകാം. ഓക്കെ, സോ വി ആർ കിഡ്നാപ്പിംഗ് ഗൈസ്. ഓക്കെ, ആരും അറിയുന്നില്ല, നമുക്ക് എന്തായാലും കൊണ്ടുപോകാം. സോ ഓക്കെ, ഒരാളെത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആളെയും കൂടി ഞാൻ കൊണ്ടുവരട്ടെ. ഓക്കെ, ഞാൻ 2 പേരെ എത്തിച്ചിട്ടുണ്ട്. ഈ 2 പേരെ എത്തിച്ചിട്ട് ദാണ്ട് സ്ലാബ് ദാണ്ട് ഇതേപോലെ വെക്കണം. സോ നൈറ്റ് ആയിട്ടുണ്ട്. സോ ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ. ഓക്കെ, ഇതേപോലെ വെച്ച് കൊടുക്കണം, മോബ്സ് വരാതിരിക്കാൻ വേണ്ടിയാണ്. സോ നൈറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഒന്ന് സ്ലീപ്പ് ചെയ്യട്ടെ. ഓക്കെ, നൈറ്റ് ആയിട്ടുണ്ട്. സോ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് ഇവർക്ക് നമ്മുടെ കയ്യിരിക്കുന്ന ഒരു സ്റ്റാക്ക് ബ്രെഡ് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കാം. സോ ഇവരിനി ഇത് വെച്ചിട്ട് ബ്രീഡ് ആയിക്കോളും. സോ ഇവരിനി ഇവിടെ ഇരുന്നിട്ട് ബ്രീഡ് ആവണം. സോ ഇവർ ബ്രീഡ് ആയിക്കോളും. സോ എന്തായാലും നമ്മുടെ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വില്ലേജസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒരു വഴി റെഡി ആക്കണം. സോ അത് ഞാൻ റെഡി ആക്കട്ടെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അതുണ്ടാക്കിയിട്ടുണ്ട്. താണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. താണ്ട് ട്രാപ്പ് ഡോർ വർക്കും അടയ്ക്കും. ദാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തിറങ്ങിയിട്ട് ദാണ്ട് ഇവിടെ മൈക്കാട്ട് വെച്ചിട്ട് നമ്മൾ തള്ളിക്കയറ്റും. സോ അവരങ്ങനെ പോയിക്കോളും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ദാണ്ട് ഇവിടെ ബ്രീഡ് ആവുന്നുണ്ട്. ഇവർ താഴോട്ട് വീഴുന്നില്ല, അത് നൈറ്റ് ആകുമ്പോൾ ബേബി വില്ലേജസ് വീണോളും. കാരണം അവർ ബെഡിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വീണോളും. സോ അതെന്തായാലും നമ്മളെന്തായാലും മൈൻഡ് ആക്കുന്നില്ല. സോ നമുക്ക് എന്തായാലും ഇവർ വീണോളും. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ബേസിലേക്ക് ഇങ്ങോട്ട് പോവാം. സോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞതല്ലേ. ഓക്കെ, അതാണ്ട് ഇവിടെ ബ്രീഡാവുന്നുണ്ട്. ഒന്നുകൂടി വന്നോ നോക്കട്ടെ. ഇല്ല, വന്നിട്ടില്ല. അതാണ്ട് ഇവിടെ ബേബി വില്ലേജസ് ഉണ്ട്, പക്ഷെ അവർ വീഴുന്നില്ല. അവർ വീണോളും, എന്തായാലും സമയമെടുക്കും, എന്തായാലും വീണോളും. സോ അവരെന്തായാലും വില്ലേജസ് വന്നതിന് മുന്നേ അവരെന്തായാലും വീണോളും. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഞാൻ ബേസിലേക്ക് പോയിട്ട് ഐറ്റംസ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ബേസിലെത്തി. സോ ഞാൻ ഐറ്റംസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ പറയാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ, ഞാനൊരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബ്ലാക്ക് മാർക്കറ്റിൻ്റെ ടീമിലാണ്. സോ അപ്പോൾ ഒരു സീക്രട്ട് ഏരിയ ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ടൊരു കീ ഉണ്ടാവും. ആ കീ യൂസ് ചെയ്തിട്ട് ഒരു സീക്രട്ട് റൂമിലേക്ക് കയറും. ആ ഒരു ബ്ലാക്ക് മാർക്കറ്റാണ് അതിനുള്ളിൽ. ട്രേഡിംഗ് ഹാളാണ് അത്. ബ്ലാക്ക് മാർക്കറ്റിൻ്റെ തീമിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചുള്ളത്. നിങ്ങൾക്ക് വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. സോ ഞാൻ പ്രിസണൊക്കെ ഞാൻ ആലോചിച്ചായിരുന്നു, ബട്ട് അതൊക്കെ ഭയങ്കര വലിയ ബിൽഡായിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇത് വരാതെ ഇങ്ങനെ ഇരിക്കും. സോ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് പറ. സോ എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തായാലും ഭയങ്കര ചെറിയൊരു വീഡിയോ ആണ്. സോ ചെറിയൊരു ബിൽഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോ അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ഇടാൻ ശ്രമിക്കാം. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ. അനദർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.